നമസ്കാരം. അറാഫിയുടെ തല കൊയ്യാൻ ഇസ്രായേലിന്റെ നീക്കം. ഇറാനിൽ ആയത്തുള്ള അറാഫി ഖമേനിയുടെ പിൻഗാമിയാകുന്നു. ഇറാനിലെ പുരോഹിത സമൂഹത്തിന്റെ തലപ്പാവിനെ ആക്രമിക്കുന്നവർ അതേ തലപ്പാവ് നിങ്ങളുടെ ശവക്കച്ചയാകുമെന്ന് മനസ്സിലാക്കണമെന്ന ഒറ്റ ഡയലോഗ് പറഞ്ഞ അറാഫി, ആയത്തുള്ള അറാഫി, ആ ഒറ്റ ഡയലോഗിൽ കാനഡയുടെ വിലക്ക് നേടിയ അറാഫി, ഇസ്ലാം മതം പ്രചരിപ്പിക്കുവാൻ AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തണമെന്ന നിലപാട് സ്വീകരിച്ച ആയത്തുള്ള അലി റിസ അറാഫി. ആ ആയത്തുള്ള അലി റിസ അറാഫിയാണ് ഇറാന്റെ അടുത്ത പരമോന്നത നേതാവ് എന്ന് പറയുന്നത്. ഇറാന്റെ താൽക്കാലിക നേതൃസമിതി അംഗമായിട്ട് നിയമിതനായിട്ടുള്ള ആയത്തുള്ള അലി റിസ അറാഫി മുതിർന്ന പുരോഹിതനും ഗാർഡിയൻ കൗൺസിൽ അംഗവും കൂടിയാണ്. ഇറാന്റെ സുപ്രീം ലീഡറായിരുന്ന ഖമേനിയുടെ മരണത്തിന് മണിക്കൂറുകൾക്കകം രാജ്യത്ത് ഭരണഘടനാപരമായിട്ടുള്ള അടിയന്തര സംവിധാനങ്ങൾ സജീവമാക്കി ഇടക്കാല നേതൃത്വ കൗൺസിൽ രൂപീകരിച്ചതായിട്ട് ഇറാൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗാർഡിയൻ കൗൺസിലിലെ മുതിർന്ന മതപണ്ഡിതനും ദീർഘകാലം ഖമേനിയുടെ അടുത്ത അനുയായിയുമായിട്ടുള്ള അറാഫി അടക്കമുള്ള 3 അംഗ സംഘമാണ് പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് വരെ ഖമേനിയെ വഹിച്ചിരുന്ന ചുമതലകൾ അടക്കം നിർവഹിക്കുക. അതിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ചീഫ് ജസ്റ്റിസ് ഖോലാം ഹുസൈൻ മെഹ്സീനി എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ എന്ന് പറയപ്പെടുന്നത്. നേരത്തെ ഈ ചുമതലകളൊക്കെ ആയത്തുള്ള അലി ഖമേനി ഒറ്റയ്ക്ക് മാത്രം നിർവഹിച്ചിരുന്ന കാര്യങ്ങളാണ്. ഈ കൗൺസിൽ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 111 അനുസരിച്ച് സ്ഥിരം സുപ്രീം ലീഡറെ തിരഞ്ഞെടുക്കുന്നതുവരെ രാജ്യത്തിന്റെ പരമാധികാര ചുമതലകൾ ഇവർ മൂവർ ചേർന്നാണ് നിർവഹിക്കാൻ പോകുന്നത്. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം സുപ്രീം ലീഡറുടെ മരണം, രാജി അല്ലെങ്കിൽ അധികാരശൂന്യത സംഭവിക്കുന്ന സാഹചര്യത്തിൽ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുവരെ ഈ ഇടക്കാല കൗൺസിൽ രാജ്യഭരണം കൈകാര്യം ചെയ്യേണ്ടതാണ്. നിലവിലെ സാഹചര്യത്തിൽ സുപ്രീം ലീഡറുടെ നിർണായക ഭരണ സൈനിക അധികാരങ്ങൾ 3 അംഗങ്ങൾ തമ്മിൽ വിഭജിച്ചാണ് നടപ്പാക്കുക. രാജ്യത്തിന്റെ സുരക്ഷ, സൈനിക നീക്കങ്ങൾ, നിയമനിർമ്മാണ അംഗീകാരങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ കൗൺസിലിനായിരിക്കും അന്തിമ തീരുമാനം എടുക്കുവാനുള്ള അധികാരം എന്ന് പറയപ്പെടുന്നത്. എന്നാൽ ആരാണ് ഈ ആയത്തുള്ള അലി റിസ അറാഫി എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഖമേനിയുടെ പിൻഗാമിയായി അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് തിരിച്ചറിയേണ്ടതുണ്ട്. 1959 യാസ്ത് പ്രവിശ്യയിലെ മൈബോർഡ് നഗരത്തിൽ ജനിച്ച അറാഫി വളരെ ചെറുപ്പത്തിൽ തന്നെ മതപഠന രംഗത്തേക്ക് കടന്നു വന്നിരുന്നു. 11ാം വയസ്സിൽ ഖോം നഗരത്തിലേക്ക് മാറിയ അദ്ദേഹം പിന്നീട് ഇറാനിലെ പ്രധാന മതപണ്ഡിതരിൽ ഒരാളായി ഉയർന്നു. ഗാർഡിയൻ കൗൺസിൽ അംഗമായിരുന്ന അദ്ദേഹം പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ പരിശോധിക്കുന്നതിലും തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ അംഗീകരിക്കുന്നതിലുമൊക്കെ നിർണായക പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ്. കൂടാതെ സുപ്രീം ലീഡറെ തിരഞ്ഞെടുക്കുന്ന അസംബ്ലി ഓഫ് എക്സ്പേർട്സിലും അദ്ദേഹം അംഗമായിരുന്നു. അൽ മുസ്തഫ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ മുൻ ചെയർമാനായിരുന്ന അറാഫി ഇറാന്റെ സെമിനാരി നെറ്റ്വർക്കിന്റെ തലവനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. 1992 33ാം വയസ്സിൽ വെള്ളിയാഴ്ച പ്രാർത്ഥന നയിക്കാൻ അറാഫി നിയോഗിക്കപ്പെട്ടത് ഖമേനിക്ക് അറാഫിയിലുള്ള വിശ്വാസം വ്യക്തമാക്കുന്നതാണ്. താൽക്കാലിക നേതൃസമിതിയിൽ അംഗമാകുന്നതിന് മുൻപ് ഇറാനിലെ സെമിനാരി സംവിധാനത്തിന്റെ ഡയറക്ടർ, ഗാർഡിയൻ കൗൺസിൽ അംഗം, പണ്ഡിത സഭയുടെ അതായത് അസംബ്ലീസ് ഓഫ് എക്സ്പേർട്സിന്റെ അംഗം എന്നീ അതീവ പ്രാധാന്യമുള്ള സ്ഥാനങ്ങളിൽ അറാഫി എത്തിയിരുന്നു. 2019 അറാഫി ഇറാന്റെ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുവാൻ അധികാരമുള്ള ഗാർഡിയൻ കൗൺസിൽ അംഗമാകുന്നത്. ഇംഗ്ലീഷിലും അറബിയിലും പ്രാവീണ്യമുള്ള അറാഫി ഇസ്ലാമിക ആശയധാരയെ ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുവാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണമെന്ന തന്റെ നിലപാട് പലവട്ടം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ ഭരണകൂടത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് AI ഉപയോഗിക്കണമെന്ന് അറാഫി നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തു. ഖമേനിയുടെ മരണത്തോടെ അദ്ദേഹം വഹിച്ച സ്ഥിരം സുപ്രീം ലീഡറാകുവാനുള്ള സാധ്യതയുള്ള നേതാക്കളിൽ മുൻപന്തിയിലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഈ വരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അറാഫിയെ സമിതി അംഗമായിട്ട് നിയമിച്ചതായുള്ള വാർത്തകൾ ഇറാൻ പുറത്തുവിട്ടിരുന്നു. കൂടാതെ അതേസമയം തന്നെ വിവാദങ്ങളിൽ നിന്ന് മുക്തനായിരുന്നില്ല അറാഫി എന്നുള്ളതാണ്. അറാഫിയുടെ ജീവിതം അത്തരത്തിലാണ്. 2022 മഹ്സ അമീനിയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളിൽ അറാഫി നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ വലിയ വിവാദത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇറാനിലെ പുരോഹിത സമൂഹത്തിന്റെ തലപ്പാവിനെ ആക്രമിക്കുന്നവർ അതേ തലപ്പാവ് നിങ്ങളുടെ ശവക്കച്ചയാകുമെന്ന് മനസ്സിലാക്കണമെന്നുള്ള അറാഫിയുടെ പ്രതികരണം ആരും മറന്നിട്ടില്ല. ഈ ഒരൊറ്റ പ്രതികരണത്തെ തുടർന്ന് കാനഡ അറാഫിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത്. 2009 മുതൽ 2018 വരെ അൽ മുസ്തഫ ഇന്റർനാഷണൽ സർവകലാശാലയുടെ ഡയറക്ടറായിരുന്ന അൽ അറാഫി ഇക്കാലയളവിൽ 5 കോടി ആളുകളും ഷിയ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിയെന്നാണ് അവകാശപ്പെടുന്നത് അറാഫിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഖമേനിയുടെ പിൻഗാമിയാകുവാൻ അദ്ദേഹത്തെ സഹായിച്ചിരിക്കുന്നത്. ഒരു സുപ്രീം പവറോട് കൂടി എത്തുന്ന അറാഫി പക്ഷേ ഇസ്രായേലിന്റെ കണ്ണിലെ കരടാണ്. അതുകൊണ്ട് തന്നെ അറാഫിയുടെ തല കൊയ്യുവാനാണ് ഇസ്രായേലിന്റെ അടുത്ത നീക്കം എന്ന് പറയപ്പെടുന്നത്. ഇറാനിൽ ആയത്തുള്ള അറാഫി ഖമേനിയുടെ പിൻഗാമിയായി എത്തുമ്പോൾ ഇസ്രായേലിന് വീണ്ടും പണി കൂടുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അറാഫിയുടെ തല കൊയ്യുക എന്നുള്ളത് ഇസ്രായേലിന്റെ നീക്കങ്ങളിലൊന്നാണ്. അടുത്ത് കൊയ്യാൻ പോകുന്നതും അറാഫിയുടെ തലയാണ്.